ഓളെ വായിന്ന് തന്നെ ഉത്തരവും ചോദ്യവും ഉത്തരവും ആരിഫാന്റെ വായിന്ന് തന്നെ ഇപ്പൊ നമ്മള് കേട്ടില്ലേ? ചോദ്യവും ഉത്തരവും ആരിഫാന്റെ വായിന്ന് തന്നെ നമ്മൾ കേട്ടില്ലേ? എന്താ സാബിത്ത നിങ്ങൾ ഈ പറയുന്നത്? എന്ത് കേട്ടുന്ന്? ഓളി ചോദിക്കുന്നു കണ്ട ഭാര്യയും മക്കളുള്ളവനെ പിടിച്ച് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ സാബിറാന്ന് ഓള് ചോദിക്കുന്നു. ഹായ് ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞങ്ങള് രണ്ടുപേരും കൂടിയാ വന്നിട്ടുള്ളത്. അതെ, ഞങ്ങൾ വരാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഒന്നുമില്ല, സാബിത്ത് തന്നെയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഈ റംസാൻ മാസമായിട്ട് നമ്മൾ അത് വേണ്ടാന്ന് കരുതിയിട്ട് ഒഴിവായി നിന്നതായിരുന്നു. പിന്നെയും പുള്ളിക്കാരത്തി അത് കൊണ്ടാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നിൽക്കുക. അതൊരു ഹരം മുപ്പത്തേർക്ക്, അതും ഒന്നും പറയാന് കിട്ടണില്ല. അപ്പൊ എന്താ പറയണേ? ആകെ അവനെ പിടിച്ചോടുന്ന് ആദ്യം ഒരു കുട്ടിയായിരുന്നു, പിന്നെ 2 കുട്ടിയായി, ഇപ്പൊ 3 കുട്ടി ഉണ്ട് അത്ര. അപ്പൊ 3 കുട്ടീനും കൂടെ കുട്ടികളുള്ള തന്തനെ ഞാൻ പിടിച്ചോടുന്നു. ഈ ഒരു വാക്ക് മാത്രമേ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കോളി എന്റെ കുറ്റം പറയണത് മാത്രമേ ഉള്ളൂ. ഏകദേശം അതിൽ 1 or 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും സാജിദാനെ പറ്റിയിട്ട്. എത്തീമായ മക്കളാണ്. അപ്പോ സാജിദാനെ എത്ര പോരാ, അങ്ങനെ ആക്കിക്കണം ഇങ്ങനെ ആക്കിക്കണം. വേറൊരു സംഭവം ഉണ്ട്, ഈ സ്ത്രീ പറയുന്നത് ഒന്നും ദൈവത്തും നമീമത്തിലും പെടുന്നല്ല. ഈ റമദാൻ മാസത്തിൽ നമ്മളിപ്പോ ഇതിങ്ങനെ ഒരു വീഡിയോസുമായിട്ട് വരുന്ന എന്താ പുള്ളിക്കാരത്തി പറയുന്നത് സത്യം മാത്രം, ഹദീസും ഖുറാനും മാത്രം ഇങ്ങനെ വന്നിട്ട് വളമ്പാണ്. ഈ പിന്നെ ലൈവിലാണെന്നുണ്ടെങ്കിലും വീഡിയോസിലാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തിക്ക് ഹറാമൊന്നുമില്ല, എന്ത് പറയാണെങ്കിലും ഹലാല് മാത്രമാണ്. ശരിക്കും യൂട്യൂബിലെ കീടം തന്നെയാണത്. കാരണം ഒരുപാട് ആൾക്കാരെ ഇറിറ്റേഷൻ ചെയ്യിപ്പിച്ചിട്ട് പറയാത്ത കാര്യങ്ങൾ കൂടെ പറയുന്ന ഒരു സംഭവമാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ആ വ്യക്തി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ അത് ശരിയല്ല എന്ന് നമ്മളെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് അത് റിയാക്ഷൻ ആവുന്നത്. ഇത് നിക്കാഹ് ചെയ്ത കാര്യത്തെ പറ്റിയിട്ട് ശരിയല്ല അവൾ അവിടുന്ന് പിടിച്ചു കൊടുത്താണ്, അതെന്നെ തെറ്റെന്നല്ല പറയുന്നത് തന്നെ. സാബിത്ത, നിങ്ങൾക്ക് എന്താ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ അറിയാം? നിങ്ങളെ ഇത്താന്ന് വിളിക്കാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്കില്ല. പക്ഷെ നമ്മള് പഠിച്ചിട്ടുള്ളത് അത് അങ്ങനെയാണ്. അതിപ്പോ ഈ ഒരു ഇത്തായാലും ഒരു ചേച്ചി ആയാലും പ്രായത്തിന് മൂത്തവരെ നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ ബഹുമാനിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ഇത്താന്ന് വിളിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ വേണ്ടാത്ത വൃത്തികെട്ട സംസാരങ്ങൾ എന്റെ ഫാമിലി കടന്നിട്ട് വേണ്ടാത്ത വൃത്തികെട്ട സംസാരങ്ങൾ സംസാരിച്ചപ്പോഴും നമ്മൾ ആ രീതിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഞാൻ നിങ്ങളെ പറ്റിയിട്ടോ നിങ്ങളെ ഭർത്താവ് ഇങ്ങനെ ഒഴിവാക്കിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പിടിച്ചു കൊടുക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളെ മരക്കൾ ഇങ്ങനെ ആക്കിയെന്നോ മറ്റുള്ള രീതിയൊന്നും നമ്മളിട്ട് പറയണില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിച്ചോ, അല്ല ഇന്നോലെ പറ്റിയിട്ട് ഇന്നതേ നമ്മള് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോ ഇന്നതേ പറയാൻ പാടുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷെ അതിലൊരു സത്യസന്ധത ഉണ്ടായിരിക്കണം. ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ആദ്യം വിവാഹം കഴിച്ച് അതിലുള്ള മക്കളുടെയും ഭാര്യനെയും ഞാൻ ഉപേക്ഷിച്ചിട്ട് ആരിഫാന്റെ കൂടെ പോന്നു എന്നുള്ള നിങ്ങൾ പറയുന്നതിൽ എന്താ അടിസ്ഥാനമുള്ളത്? നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് എന്താ അറിയാം? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? എന്റെ കൂടെ പോന്നതല്ലാന്ന് ഞാൻ പിടിച്ചു കൊടുത്താണെന്ന്. അല്ല എന്തോ ആയിക്കോട്ടെ, അതന്നെ ഞാൻ ചോദിക്കുന്നത്. അവർക്ക് ഭാര്യ മക്കളുള്ള ഒരാളെ ഒരു സ്ത്രീക്ക് എത്ര കാലം കൂട്ടിൽ കൊടുന്ന് പിടിച്ചു കൊടുക്കാൻ പറ്റും? അപ്പൊ ഇത് തന്നെ അവരെ കൾച്ചറാണേ. അതുപോലെ മനസ്സിന്റെ ഉള്ളിലുള്ളതാണ് അവര് ചെയ്തിരുന്ന കാര്യങ്ങളാണിത് പറയണേ. ആർക്കറിയാം, അങ്ങനെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. അഭിപ്രായങ്ങൾ ആവശ്യമില്ലാതെ ഞങ്ങളെ ഫാമിലിയിൽ വെറുതെ കയറി കളിക്കാൻ നിൽക്കുന്നത്. നമ്മള് നിങ്ങളെ പറ്റിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്നതിലും നിങ്ങൾ ചെയ്യുന്നതിലും നിങ്ങളെ പ്രവൃത്തിയിലും ശരിയല്ല, അസ്വാഭാവികത ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിങ്ങളെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങളെ കുറ്റങ്ങള് കുറവുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കുറ്റങ്ങൾ കുറവായിട്ടല്ല, സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം എല്ലാവരും പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവരുടെ പ്രതിപാദിച്ചിട്ടുള്ളൂ. അതിനാവശ്യത്തിൽ കൂടുതൽ അവർ പറഞ്ഞു. അത് കഴിഞ്ഞു. എന്നിട്ട് റംസാന്റെ മുൻപായിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ സാബിറാനെയും പിന്നെ കാമിതാന്റെ അടുത്ത് ഞാൻ വരുന്നില്ല, അത് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. കാരണം കക്കൂസാണ് പുറത്ത് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ആ സെപ്റ്റിൽ അപ്പൊ അത് കാരണം നമ്മൾ അമലുകൾ പോകണ്ടെന്ന് വിചാരിച്ചു ഞാൻ അതവിടെ നിർത്തി. എന്നാൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്ന പറഞ്ഞു ചെയ്തു. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ അറിയില്ല അവിടെ ഇങ്ങനെ കിടന്നതാവുന്നു. പലരും നമുക്ക് വിട്ടുതരണേ, താത്ത നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, താത്ത നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എന്റെ ഫാമിലിനോട് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആണത് അല്ലേ. നിങ്ങൾ എന്തെന്നാ പറയാ, വല്ലതൊരു അവര് വീഡിയോ ഇങ്ങോട്ട് അയച്ചു, അവര് വീഡിയോ 5 കൊല്ലം നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ ചാനലിൽ വന്നിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ എടുത്തിട്ടുണ്ട്.
നിങ്ങൾ വരുന്നതിന് മുമ്പ്. അത് ആ കാലം തൊട്ട് എന്റെ മക്കളും എല്ലാവരും കാണുന്നതാ. ഞാൻ ആർക്കെങ്കിലും ഇട്ടിട്ട് ഒരു കൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് അതിനുള്ള കാരണം എന്ന്. അപ്പൊ അതൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഫാമിലി പ്രശ്നമാണ്. നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഒരു സംഭവമല്ല, ആർക്കും അതിലൊരു ഡോസും കൊടുത്തിട്ടില്ല ഇന്ന് സമൂഹത്തിന്. പക്ഷെ നിങ്ങൾക്ക് എന്ത് കൊടുത്തിട്ട് ഇത് ചെയ്യാം, വീഡിയോ ചെയ്യാം, പക്ഷെ അതിലൊരു സത്യസന്ധത ഉണ്ടായിരിക്കണം, ഒരു ഇതുണ്ടായിരിക്കണം. പറയാനുള്ളതൊക്കെ ആവശ്യത്തിന് പറഞ്ഞു കഴിഞ്ഞു. അതെ, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ആ കാര്യം നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ, പറയണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് കഥയില്ല, നിങ്ങൾക്ക് വേറെ കിട്ടാനില്ലല്ലോ. അല്ല, റീച്ചിന് വേണ്ടിട്ട് ഇപ്പൊ ഇതില് കിട്ടുന്നതിന് ഒരു നമ്മളെ എന്റെ വീഡിയോ ഇട്ടാലാണ് സാധിത്താർക്ക് 30 വീഡിയോ റീച്ച് കിട്ടാന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. നമ്മളിപ്പോ അതിനൊന്നും പുറത്ത് പറയാൻ പോകുന്നില്ല. പൊടിച്ചോർന്നെച്ചി പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് കൂവേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിപ്പോ ഈ പിടിച്ചു കൊടുന്ന ആളെ എന്റെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇപ്പൊ ആ ആളും കൂടെ കൂടിയിട്ടാണ് പറയുന്നത്. 8-9 വർഷമായി ഞങ്ങൾ ഒന്നിച്ചിട്ട് ജീവിക്കൽ തുടങ്ങിയിട്ട്. ഇന്ന് വരെ അങ്ങനത്തെ ഒരു വിഷയമായിട്ട് ആരും ഇവിടെ വന്നിട്ടുമില്ല, ആർക്കും ഒരു പരാതിയും ഇല്ല. 2 കുടുംബം ഒരുപോലെ നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് ഇദ്ദേഹം. അപ്പൊ അവർക്കും പ്രശ്നമില്ല, അവരാരെയും നിങ്ങളടുത്ത് വന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അവർക്കും പ്രശ്നമില്ല. മാത്രല്ല ഈ വീഡിയോ കണ്ടിട്ട് അവൾ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് പിന്നെ എല്ലാവർക്കും ബഷീർ ആവാനൊന്നും എല്ലാരെ കൊണ്ടും പറ്റൂല. അത് കരുതിയിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങളത് ശരിയാക്കാൻ നടക്കും. അല്ലാതെ അത് ശരിയാക്കാൻ ഇത് കെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടടക്കാനും എന്നെ കൊണ്ട് പറ്റും. അതെ, നിങ്ങളാരെയും നമ്മളതിന് ക്ഷണിച്ചിട്ടില്ല. അപ്പോഴേ സാബിത്ത് എന്താ ചെലവിന് അവർക്ക് കൊടുക്കണ്ടെങ്കിൽ കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. അവരറിയാമെങ്കിൽ വേണ്ട അങ്ങനത്തെ മുതലൊന്നും വേണ്ട. പിന്നെ ഞാന് ഒന്നിനും ഇതൊക്കെ ക്ഷണിക്കുന്നില്ല. എന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഇത് കെട്ടുമ്പോ തന്നെ നാസറിന് അറിയാം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നാസറിന് അറിയാം കേട്ടോ സബിത. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ കയറിയിട്ട് ഇടപെടാൻ നിൽക്കണ്ട. ഇത് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മളെ ആരിഫാന്റെ ഈ ചാനലിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ ആരിഫാന്റെ സബ്സ്ക്രൈബർമാരും ഒന്നും തോന്നണ്ട. ഇത് സാബിത്താനോട് പറയുന്ന മറുപടികളാണ്. അവർക്കൊക്കെ ഇങ്ങനെ നല്ല വ്യക്തമായിട്ട് അറിയാം. ഇന്നും തന്നെ ഉള്ളതെന്നല്ല, നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആദ്യം ഫുൾ ടൈം. ഇനി ഞങ്ങള് ബിസി ആയത് കാരണം രണ്ടാളും രണ്ടറ്റത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ വരാൻ പറ്റൂല. ഇപ്പൊ ഇക്കാന്റെ ചാനൽ ഞാൻ തന്നെ പിന്നെ ചാനലിൽ നിരന്തരമായിട്ട് ഞാനിപ്പോ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഈ റമദാനായപ്പോ എനിക്ക് എന്റെ ബിസിനസ്സിൽ കുറച്ച് തിരക്ക് വന്നപ്പോ എന്ന് പറഞ്ഞാല് പുലർച്ചെ 4 മണിക്കാണ് എനിക്ക് സാധനം എത്തുക. അതിവിടെ എത്തിയിട്ട് പുലർച്ചെ തന്നെ അത് വിട്ടുവയ്ക്കേണ്ടതുണ്ട്. പിന്നെ അതിന് ഉച്ചയ്ക്ക് ശേഷം കളക്ഷൻ വാങ്ങിക്കാൻ പോകാനും തിരക്കാണ്. പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും നോമ്പ് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ തറാവയും കാര്യങ്ങളും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാനൊരു സമയം കിട്ടൂല. അപ്പൊ അത് കാരണം നമ്മളതൊന്ന് വിട്ടൊഴിഞ്ഞ് നിൽക്കുകയാണ്. അല്ലാതെ നിങ്ങളെയൊക്കെ ഡയലോഗുകൾ കേട്ടിട്ട് പേടിച്ച് ഓടിയതോ അല്ലെങ്കിൽ ഒന്നുമല്ല. പിന്നെ ഇതിന് നിങ്ങൾക്ക് ഒരു മറുപടി തരണം എന്ന് ഉള്ളതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്തിട്ടാണ് അതിനായിട്ട് ഇരുന്നിട്ടാണ്. ഇപ്പൊ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നാളെ വരും കേട്ടോ. വരട്ടെ നാളെ ഇതിന് മറുപടി ആയിട്ട് വരും. പൊന്നാര സാബിത്ത നമുക്ക് മറുപടി, അഥവാ ഇതിന് മറുപടി തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റംലാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഗോതയ്ക്ക് നമ്മൾ ഇറങ്ങും. കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് മറുപടി നമ്മൾ തരും. അതായത് നമ്മൾ റംലാൻ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നു പറഞ്ഞത് കാണിച്ചു തരാം. റംലാൻ കഴിയട്ടെ ആ രീതിക്കല്ല. എന്റെ ബിസി ഒന്നങ്ങോട്ട് കുറയും. അത് കണ്ടിട്ടാണ് കേട്ടോ. നമ്മളെ നിയ്യത്തും നമ്മളതൊക്കെ റബ്ബിന്റെ നമ്മളെ കൽബിന്റെ ഉള്ളിലാണുള്ളത്. അതെ. അപ്പൊ ഈ പറച്ചിലിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടാണ് റീൽസിന്റെ ചെറിയൊരു കാര്യം. എല്ലാവരുടെ വീഡിയോസ് കഴിഞ്ഞതിന്റെ ശേഷം ഉസ്താദ്മാർ വരെ വീഡിയോ ഇട്ടതിന്റെ ശേഷമാണ് ഞാൻ പ്രിയപ്പെട്ട സാബിത താത്ത എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും പറഞ്ഞതും. നല്ല രീതിയിലാണ് ഞങ്ങൾ സംസാരിച്ചത്. ഇപ്പോഴും ആ സ്ത്രീ പറയുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്ത്, ഞാൻ ചെയ്തത് റീൽസ് ആണ്. റീൽസ് എന്ന് പറഞ്ഞ തെറ്റല്ല, റീൽസ് എന്ന് പറഞ്ഞ തെറ്റല്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന റീൽസ് ആണ് എന്റെ തടിയോട് മാത്രമാണ്. എവിടെ തടിയോട് ചെയ്യുന്നത്? നിങ്ങളെ പറയുന്നതുണ്ടല്ലോ സാബിത, നിങ്ങളാ പറയുന്നത് കാമിതനെ കോപ്പി എടുത്തുകൊണ്ടുള്ള സംസാരമാണ് നിങ്ങളാ സംസാരിക്കുന്നത്. അതൊരു ഇസ്ലാം മതത്തിൽ ഉള്ള ഇസ്ലാം മതത്തിന്റെ ചട്ടക്കൂടിലും ഇസ്ലാം മതത്തിന്റെ ചുറ്റുപാടിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് സംസാരിക്കേണ്ട ഒരു സംസാരം അല്ല അത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കാമിതനെ പിന്തുടർന്നുകൊണ്ടുള്ള സംസാരമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതെ, അത് കാമിതന്റെ ക്ലാസ് നല്ല കിട്ടി. ആ ക്ലാസ് കിട്ടിയതിന്റെ ശേഷമാണ് ആ സ്ത്രീ ഇപ്പൊ ഓവറായിട്ട് ഈ രീതിക്ക് വരലെടുത്തത്. ഇപ്പൊ റമദാനെ നിർത്തും തന്നെ ഉസ്താദിനോട് വാക്ക് പറഞ്ഞു വെച്ചതാണ്. നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണില്ല. പലരും നമ്മളടുത്ത് കമന്റ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു. വീണ്ടും അവര് അതേ രീതിയിൽ തന്നെ തുടരും. നിങ്ങൾ തുടരാതിരിക്കും. നിങ്ങളെ വീട്ടുകാർക്കും നിങ്ങൾക്കും കുഴപ്പമില്ലെങ്കിൽ നമുക്ക് തീരെയും കുഴപ്പമില്ല. കാരണം ചാനല് നിങ്ങളത്, യൂട്യൂബ് പിന്നെ ഫോണ് നിങ്ങളത്, പിന്നെ നെറ്റ് നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്നു. അപ്പൊ അത് നിങ്ങൾ എങ്ങനെ ഇനിയിപ്പോ ഏത് രീതിയിൽ അയച്ചിട്ടാണ് എന്തായിട്ടാലും കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർ പറയുമ്പോ എപ്പോഴും ഒരേ വാക്കന്നെ ഒരേ നാണയം തന്നെ പറയണ്ട. വേറെ എന്തൊക്കെ ന്യൂനതകളുണ്ട് പറ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
ഒരുപാട് കുറവുകൾ ന്യൂനതകളൊക്കെ ഉള്ള മനുഷ്യത്തെയാണ് ഞാൻ. സാധാ മനുഷ്യനാണ്, പല രീതിയിലുണ്ടാവും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ചാനലില് ഒരു 2000, 3000, 4000 ആയിട്ടാണ് എത്ര വീഡിയോസ് ഇട്ടിക്കണേ, അത്ര വീഡിയോ ഒന്ന് കണ്ടാൽ മതി. താഴെയുള്ള വീഡിയോസ് ഞങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ Q&A എന്നാണ് ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ നിങ്ങൾക്ക് പുതിയ കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ, ഞങ്ങളെ കുറിച്ചിട്ട് കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യേ, അത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യേ. പിന്നെ തന്നേൽ അപ്പാട് എടുത്തിട്ടോ, എന്നാലും വേണ്ടില്ല, കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്നത്? തന്നേൽ അപ്പാട് എടുത്തിട്ട അതില് കമന്റ് പറഞ്ഞതാണല്ലോ ഇങ്ങനെ. ഞാൻ അങ്ങനെ ഞാൻ കൊടുത്തതാണിത്. ചാടിച്ചു കൊടുത്ത സാധനം എന്റെ അടുത്ത് ഉണ്ട് ഇപ്പൊ നിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി ഇതിന്റെ മറുപടി എന്താണെന്ന് ഉറപ്പായിട്ട് നാളെ വരും എന്നുള്ളത് ഉറപ്പാണ്. നാളെ രാത്രി ആവുന്നതിനുള്ളിൽ എത്തും സാധനം എന്തായാലും. അപ്പൊ ഇത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി ഇത് ആ കാര്യം മാത്രമായിട്ട് നിങ്ങൾ വേറെ എന്തോ പറഞ്ഞോ എന്ത് പറഞ്ഞോ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഒരു വേർഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. പ്രശ്നം മീൻസ് എന്ന് പറഞ്ഞാല് അതെന്നെ ഗീബത്താണ്. സത്യസന്ധമായിട്ട് ഹലാലായിട്ട് നല്ല രീതിയിൽ എന്റെ ബാപ്പ കൈ പിടിച്ചു കൊടുത്തിട്ടുള്ളതാണ്, ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു വിവാഹത്തിന് അവിടുന്ന് പിടിച്ചെടുത്ത് ഒരു പെണ്ണിനെ പറ്റി, പ്രായപൂർത്തിയായ മക്കളും തള്ളേക്കുള്ള ഒരു പെണ്ണിനെ പറ്റി എപ്പോഴും ഇങ്ങനെ പറയുമ്പം അത് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കില്ല. 100 വട്ടം ഒരു സ്ത്രീനെ കുറിച്ച് പറയുമ്പോൾ 100ാമത്തെ വട്ടം അവനാന്റെ മക്കളിൽ അത് വരും എന്നുള്ളത് ഓർക്കണം. മരണം എല്ലാവർക്കും ഉണ്ടാവും. ആരും ഐസിട്ട് വെക്കല, സുർക്കയിലിട്ട് വെക്കലൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇന്നലെ നാളെ പടച്ചം വിളിക്കുമ്പോൾ പോകാൻ ഉത്തരം കൊടുക്കേണ്ടവനാണ്. അപ്പൊ അവർക്കും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് എഴുതിപ്പെട്ടതെങ്കിൽ അത് അതുപോലൊക്കെ നടക്കും. അതിന് എങ്ങനെ ആയാലും ആ രീതിക്കനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്നുള്ള മനസ്സിലാക്കാതെ ഇത് അവിടുന്ന് കുടിച്ചോടുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അത് ശരിയല്ല. മനസ്സിലായില്ലേ? അത് എന്തെങ്കിലും ഉത്തരം കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്നെ ഇറിറ്റേഷൻ പിടിപ്പിക്കാനോ അല്ല, ഞാൻ വീണ്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് പറഞ്ഞോ, വേറെ എന്തൊക്കെ ഉണ്ട് പറയാന്. അപ്പൊ ഇതെന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും അതിന്റെ രീതിക്ക് നമ്മൾ കൊണ്ടുപോകും. അത് വേറെ കാര്യം. നിങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു നിങ്ങളെ പ്രായമായതുകൊണ്ടാണ് മറ്റുള്ളവരൊന്നും ആ രീതിക്ക് എതിർക്കാത്തത്. അല്ലാതെ ഉസ്താമാർക്കും മറ്റുള്ളവർക്കൊക്കെ നിങ്ങളെ പേരിലൊന്നും കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, ചെയ്യാത്തതാണ്. എന്താണ് ഇങ്ങനെ ആയില്ലേ, എന്തോ സോഡിയത്തിന് കുറവാണ്, ഇങ്ങനെ തട്ടിമുട്ടി പോയിക്കോട്ടെ, എത്രയൊന്നും ഉണ്ടാവൂല എന്ന് വിചാരിച്ചിട്ട് അവര് മറ്റുള്ളവർ താവാത്തതാണ്. അല്ലാതെ ആർക്കും അത് നടപടി എടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഇതിഞ്ഞും ആവർത്തിക്കണമെങ്കിൽ അങ്ങനെ വരും കേട്ടോ. എല്ലാരും നിങ്ങൾ കണ്ടവരൊക്കെ എന്തായാലും കമന്റ് ഇടണേ. ഞാൻ ഈ ആവർത്തിച്ച് പറയുന്നത്, നമ്മള് ഇത് വരില്ല എന്ന് വിചാരിച്ചതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ആയിട്ട്. പക്ഷെ ഈ സ്ത്രീ ഒരുപാട് തവണയായി 3-4 വീഡിയോ ട്രിപ്പ് ചെയ്തിരുന്നു. അപ്പൊ അതും അതിലൊക്കെ പറയണത് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് വന്നെന്നുള്ളൂ കേട്ടാ. ഇക്കാനും കുട്ടിക്കാർക്ക് നേരമില്ല, ഇക്കാർക്ക് പണിക്ക് പോകാനുള്ള ഇക്കാനും കൂട്ടിയിട്ട് വന്നാണ്. അപ്പൊ ഓക്കെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും. നിങ്ങളുടെ കമന്റ് അറിയിക്കണം കേട്ടോ. നമസ്കാരം.